ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ കുക്കറി ഷോ ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ഒരു വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാമഗ്രികളാണ് ഈ കാണുന്നത്. 2 വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ്, ബീൻസ് പൊടിപ്പൊടിയായി അരിഞ്ഞത്, ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, പുതിന, മല്ലിയില, പിന്നെ കുറച്ച് ഗ്രീൻ പീസും കോളിഫ്ലവറും ഉണ്ട്. തക്കാളി നമ്മൾ അടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ പുളിയില്ലാത്ത തൈരും. അവസാനം ചേർക്കാനായിട്ട് നെയ്യ്. ബിരിയാണി മസാല, ആച്ചി ബിരിയാണി മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ ആ പൂവിന് എന്താ പറയാമെന്ന് എനിക്കറിയത്തില്ല. ഈ ബിരിയാണിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതാണ് അടുപ്പ്. എന്താണ്, നമുക്ക് ബിരിയാണി ചെയ്യാലോ. ഇനി പാൻ ചൂടാവട്ടെ. കുക്കറിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ പൊന്നി അരിയിലാണ് കേട്ടോ ഈ ബിരിയാണി ചെയ്യാൻ പോകുന്നത്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. വിട്ട് ഇനി നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നല്ലോണം ബ്രൗൺ നിറമാവട്ടെ. വേഗം വഴണ്ട് കിട്ടാൻ അല്പം ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണും മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ഇപ്പം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ വണക്കാൻ കേട്ടോ, അല്ലെങ്കിൽ നല്ലോണം അടുക്കി പിടിക്കുകയെ. കുറച്ചുകൂടി ഇരുന്നോട്ടെ. നല്ല ബ്രൗണിഷ് നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ബീൻസും ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഗ്രീൻ പീസും കോളിഫ്ലവറും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാരറ്റും ബീൻസും ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്യാൻ മറന്നു, അപ്പോൾ പച്ചമുളക് ഇടുന്നുണ്ട്. നല്ലോണം എണ്ണയിൽ കിടന്ന് കുറച്ച് വേകട്ടെ. ഒരു 6 തക്കാളി ഞാനിത് അടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ്. അഴണ്ട് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി മല്ലിയിലയും പുതിന, കറിവേപ്പില നമുക്ക് ഇപ്പം ചേർക്കാം. എല്ലാം നമുക്ക് ഒന്നിച്ച് ചേർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം ഉണ്ട് അതിനകത്ത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ.
1 ഗ്ലാസും 1 പിടി അരി കൂടുതലുണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ്. നമ്മളിപ്പോൾ കുറച്ച് കുഴഞ്ഞ ബിരിയാണിയാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെള്ളം വറ്റണ വരെ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി കുറച്ച് ഹൈ ഫ്ലെയിമിലിടാം. ഇപ്പോൾ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഈ മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം ഓരോന്നായിട്ട്. 1 സ്പൂൺ മുളക് പൊടിയും 1.25 സ്പൂണ് മല്ലിപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. നമ്മളിവിടെ അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇതിപ്പോൾ ഒരു 12 രൂപയുടെ ഒരു ആച്ചി ബിരിയാണി മസാലയാണ്. ഇതിൽ ഈ വിരൽ വെച്ചിടത്തോളം ഉണ്ടാവുള്ളൂ പൊടി. ഇതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർക്കാം, എരിവിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. നല്ലോണം വഴറ്റിയെടുക്കാം. മണമൊന്ന് പോയിക്കോട്ടെ. നമ്മൾ അരി എടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ്സിനാണ്. ഇത് 1/4 കിലോ ഗ്ലാസ്സാണ്. ഇതിന് 1 ഗ്ലാസും 1 പിടി അരി കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഈ ഗ്ലാസ്സിന് അളന്ന് ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പാക്കറ്റ് തൈരാണ്. ഇതിൻ്റെ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്ക് ഇത്തിരി ടേസ്റ്റ് കൂടും. ഇത്രയുണ്ട്, ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കാം. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലോണം ഒന്ന് സൈഡൊക്കെ മസാലകളുണ്ട്, അതിനൊക്കെ അത് ഇളക്കി ചേർക്കാം. ആണ് വെള്ളം. നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പൊന്നി അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് വേവുള്ളതുകൊണ്ട് 1 മണിക്കൂറത്തോളം ഞാനത് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഴഞ്ഞ പരുവത്തിലുള്ള ചോറാണ് നമുക്കിഷ്ടം. ഇനി കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറച്ച് പോരാ, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം, എന്നാലേ നമ്മൾ വെന്ത് വരുമ്പോൾ ചോറിന് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇനി ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എയറൊക്കെ പോയിട്ടുണ്ട്. വാവ്, നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി.